എന്റെ പൊന്നോ, പച്ചപ്പാലുണ്ടല്ലോ പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സംഗതി ഇത്ര ഈസി ആണെന്ന് വിചാരിച്ചില്ലാട്ടോ. ഒന്ന് കണ്ടു നോക്കിട്ടോ. ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1 ലിറ്റർ പാലാണ്ടാ. 2 കവർ പാല് പൊട്ടിച്ചിട്ട് ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുക. തിളക്കണ സമയത്തുണ്ടല്ലോ കുറച്ച് വിനാഗിരി ഇതുപോലെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് പിരിഞ്ഞിട്ട് കൂട്ടാം. അവിടെ പിരിഞ്ഞ പാലുണ്ടല്ലോ ഒരു പാത്രം വയ്ക്കാൻ മേളിൽ ഒരു അരിപ്പയും വയ്ക്കുക. അടിപ്പനായിട്ട് ഇതുപോലെ അരിച്ചു വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് ഉണ്ടല്ലോ നമ്മൾ ഈ അരിച്ചു വെച്ച ഈ ഐറ്റം ഇതുപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അരഞ്ഞു കിട്ടാൻ പാകത്തിന് ഈ ഒരു വെള്ളം തന്നെ ഇതുപോലെയാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഈ അടപ്പാൻ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ 2 കറക്കി ഇറുള്ളിലാണ്ട് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഓടി പിടിച്ചിട്ട് പാൻ വയ്ക്കാതെ നമ്മൾ അരച്ചു വെച്ച ഈ ഒരു സംഭവം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ലേശം ഉപ്പുണ്ടോ, ഒരു നുള്ളി മഞ്ഞപ്പൊടി നുള്ളി പറക്കിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ജലാറ്റിനാട്ടോ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും കിട്ടും. ഈ ഒരു സംഭവം ഉണ്ടല്ലോ 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ അളന്ന് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ക്രീമി പരുവത്തിൽ ഈ ഒരു സ്ട്രക്ചർ ആയിട്ട് ഇട്ടുകൂട്ടാം. ഒരു പാത്രം എടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ സംഭവം ഇതുപോലെ അങ്ങോട്ട് അരിച്ചു വെച്ച് കൊടുക്കുകയും ചെയ്യാം. 5-6 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നോക്കാട്ടോ. എന്താണെന്നുള്ളത് നോക്കാം. 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ കാണിച്ചിട്ടാ. കടയിൽ പോയി ഒരുപാട് കാശ് കൊടുത്തുകൊണ്ടിങ്ങനെ ചീസ് ഉണ്ടല്ലോ, ആ ചീസ് വളരെ സിമ്പിൾ ആയിട്ട് ഇത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മനസ്സിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ ഇനി ആ ഒരു ചീസ് കടയിൽ പോയി മേടിക്കണ്ട കേട്ടോ. സംഗതി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.